ഹലോ ഫ്രണ്ട്സ്, ഹസിസ്കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൈക്രോവേവിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം മതി ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. മൈദ 1 ടേബിൾ സ്പൂൺ വേണം, മുട്ട ഒരെണ്ണം വേണം, ബട്ടർ 25 ഗ്രാം, പഞ്ചസാര 2 ടീസ്പൂണ്, വാനില എസൻസിൽ 1/4 ടീസ്പൂണ്, പിന്നെ ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതെടുക്കാം, മിൽക്ക് കോമ്പൗണ്ട് ആണെങ്കിൽ അത് ഏതെടുത്താലും 1/2 കപ്പ് വേണം, മിൽക്ക് മെയ്ഡ് 1 ടേബിൾ സ്പൂണ്. അച്ചുകുട്ടനാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് പാത്രത്തിലേക്ക് ഇട്ടെടുക്കുക. ഞാനിപ്പോൾ മൈക്രോവേവിൽ വെച്ചിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഡബിൾ ബോയിലിങ്ങിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്താലും മതി. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ഏകദേശം 25 ഗ്രാം ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചോക്ലേറ്റും ബട്ടറും ഒരുമിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു മിനിറ്റ് മതിയാവും ഏകദേശം. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് മതിയാവും കേട്ടോ. നമുക്കിനി ഈ മിക്സിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേ നല്ല മധുരം ഉണ്ടത്. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡിൻ്റെ മധുരം തന്നെ ഉണ്ടാവും കുറച്ചും കൂടി നല്ലോണം സ്വീറ്റ് ആയിക്കോട്ടെ, കുട്ടിക്കൊക്കെ ഉണ്ടാക്കുന്നതല്ല, അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചും കൂടി പഞ്ചസാര ഞാൻ ആഡ് ചെയ്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുട്ടിക്ക് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഒരു ദിവസം അച്ഛനാണ് പെട്ടെന്ന് കേക്ക് വേണമെന്ന് പറഞ്ഞ സമയത്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പം ഇവർക്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടമായി. അതുകൊണ്ട് പിന്നെയും 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റാണിത്. മിക്സിലേക്ക് നമുക്കിനി മൈദ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മൈദ മതി. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഫ്ലേവറൊന്നും ആട്ടൻ്റെ ടേസ്റ്റൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ല. ആട്ടയും മൈദയും ചേർത്താലും ടേസ്റ്റ് ഏകദേശം കണക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്കിനി ഒരു മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. മൈക്രോവേവ് സേഫായ പാത്രത്തിൽ വെച്ചിട്ട് ബേക്ക് ചെയ്താലും മതി. എൻ്റെ കയ്യിലിപ്പോൾ ഇങ്ങനത്തെ സിലിക്കൺ മോൾഡ് ഉണ്ടായിരുന്നു കുറച്ച്. ഇത് മൈക്രോവേവിലും യൂസ് ചെയ്യാൻ പറ്റും, കൺവെൻഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മൈക്രോവേവിൽ വയ്ക്കാം. എന്നിട്ട് ഹൈ പവറിൽ 1 മിനിറ്റ് കുക്ക് ചെയ്യുക. മൈക്രോവേവ് സേഫായ പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതി. അപ്പം നമുക്ക് അതിൽ തന്നെ ആ ഷേപ്പിൽ കേക്ക് കിട്ടും. ഹൈ പവറിൽ 1 മിനിറ്റ് വയ്ക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ചെയ്ത് നോക്കിപ്പിക്കാം. അപ്പോൾ അവർക്കും ഇഷ്ടമാവും. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. പുതിയ റെസിപ്പി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.